ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആണോ? അതിപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികൾ മാത്രമല്ല, ഫാമിലി എനർജി ആയിട്ടും എടുക്കാം കേട്ടോ. എന്താണോ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി അതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കാര്യങ്ങളാണ് നോക്കുന്നത്. അവരവിടെ ഹാപ്പി ആയിട്ടാണോ നിൽക്കുന്നത്? ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഏത് രീതിക്കാണ് അവർക്ക് നിൽക്കുന്നത്? ഈ ഒരു കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് അല്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം, അതുപോലെ തന്നെ അവരുടെ പേരൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരവിടെ ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഐസൊലേഷൻ എനർജിയുമാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ അവിടെ ഒരു ഐസൊലേഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു ഫ്രീസ് ആയ അവസ്ഥയാണ്. ഫ്രീസ് ആയ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവരുടെ ഇമോഷൻസ്, കാര്യങ്ങൾ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഇവരാകെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരവിടെ ഭയങ്കരമായ ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല കാണിച്ചിരിക്കുന്നത്. കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. തീർത്തും ഒരു ഒറ്റപ്പെടലിൽ തന്നെയാണ് ഇവരുടെ എനർജി കാണിച്ചിരിക്കുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അവർ ആ ഒരു പാസ്റ്റിലേക്ക്, യെസ്, പാസ്റ്റ് ലീവ്സും വന്നിട്ടുണ്ട്. പഴയകാല ഓർമ്മകളിലേക്കൊക്കെ മനസ്സ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നർ വോയിസ് ആണ്. മനസ്സ് പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റും ബ്രേക്ക് ത്രൂവും വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എനർജിയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഈ ഒരു തേർഡ് പാർട്ടിയോട് വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്കിടയിൽ ഫൈറ്റിംഗ്, അതുപോലെ തന്നെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം സ്ലോ ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് കണക്ട് ആവുക. അങ്ങനെയുള്ളവരുടെ റീഡിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കരുത്. കേട്ടതിന് ശേഷം സ്കിപ്പ് ചെയ്യണം, റെസനേറ്റ് ആകാത്തവര്. ഓക്കെ. ഇപ്പൊ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ഇവരുടെ മാക്സിമം ഇവരുടെ അവിടെ ഇന്റഗ്രേഷൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ അവിടെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക്. പക്ഷെ അതൊരു പൂർണ്ണ മനസ്സോടു കൂടിയല്ല, പാതി മനസ്സായിട്ട് ഇവിടെ കാണിക്കുന്നത്. പാതി മനസ്സിലാണ് ഇവരവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു സാഹസികപരമായ യാത്രയാണ് എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒട്ടും ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലല്ല നിൽക്കുന്നത്. ഒരു കുരങ്ങന്റെ കയ്യിലെ പൂമാല എന്ന് പറയുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റേത്. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം, കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും സ്വയം തന്നെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരുന്നു ഇവരെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം പോലെയാണ്. ഒരു കോമാളിയുടെ വേഷം കെട്ടിയിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയാം. ഇവിടെ ആദ്യമേ തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ഒഴുക്കിനനുസരിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ നിയന്ത്രണത്തിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നത്.
തേർഡ് പാർട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ബോസിങ് ക്യാരക്ടർ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ലാതെ നിൽക്കുന്ന ഒരു എനർജി ആയതുകൊണ്ട് തന്നെ വളരെ ഒരു സ്ലോ ആയിട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല. അവരിപ്പോ ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വയം ഒരു കുറ്റബോധവും അതോടൊപ്പം സ്വയം ഒരു ജാള്യതയും ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ്. സ്വയം വരുത്തി വെച്ച കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ അത് ആരോടും പറയാനും സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു മുഖം അണിഞ്ഞായിരിക്കും ഇവർ പുറത്തേക്ക് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്കൊക്കെ അറിയാവുന്ന ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോ അനുഭവിക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും അല്ലാതെ ആയി പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അതൊരു സന്തോഷം നൽകും. അല്ലെങ്കിൽ നിങ്ങൾ അവരെ കളിയാക്കുമെന്നോ ആ ഒരു രീതിയൊക്കെ ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു ഈഗോ ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് പുറമെ എല്ലാവരുടെ മുമ്പിലും കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ പോലും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവരുടെ ആ ഒരു ഇമേജ് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല. കോൺഷ്യസ്നെസ് ആ വന്നിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ടിട്ട് ഒരു ഏകാഗി ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ രീതിക്കും ഇവിടെ ഒരു ചേഞ്ച് വേണമെന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് ഒരു ചേഞ്ച് വേണം. ഒരു എടുത്തുചാട്ടം, അതുപോലെ ഭയങ്കരമായ ഒരു ഈഗോ കാര്യങ്ങള്, അതുപോലെ ഇവര് പിടിക്കുന്ന ആ ഒരു മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിക്കൊക്കെ പ്രവർത്തിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇവര് പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് പോയിട്ട് ഇപ്പൊ ഒരു കൊമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഇവരുടെ വാക്കിന് യാതൊരുവിധ വിലയും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് കൈ വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളെ ക്ഷമിക്കാനും അതനുസരിച്ച് കൈകാര്യം ചെയ്യാനും ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഇവര് മനസ്സ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഐസൊലേഷൻ പീരീഡിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് എല്ലാ രീതിക്കും ഫ്രീസ് ആയിരിക്കുകയാണ്. ഇമോഷൻസ് കാര്യങ്ങള് സങ്കടമാണെന്നുണ്ടെങ്കിലും ദേഷ്യമാണെന്നുണ്ടെങ്കിലും ഒന്നും ഇപ്പൊ പുറത്തേക്ക് വരുന്നില്ല. എല്ലാ രീതിയിലും stuck ആണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും പാസ്റ്റ് ലീവ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് നടക്കുന്നത്. അവിടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരുപക്ഷെ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ സംശയവും കാര്യങ്ങളൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ പേരും പറഞ്ഞ് ഇവരെ നോവിക്കുക അങ്ങനത്തെ രീതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഇവർ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ തിരിച്ച് ഇവരെ പ്രത്യേകിച്ച് ഒന്നും പറയാത്ത ഒരു വ്യക്തിയായിരിക്കും. ഇവരുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം നിൽക്കുന്ന ഒരു person ആയിരിക്കും നിങ്ങൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഇവരായിട്ട് തന്നെയാണല്ലോ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞത് എന്നുള്ള ഒരു ഫീലും ഇവരുടെ ഉള്ളിലുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു കറുത്ത മറ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തടസ്സങ്ങള് കാര്യങ്ങള് അതിനെയെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു person അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുത്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം. അതിനുള്ള ഒരു സോഴ്സ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് എത്രയും വേഗം കണ്ടുപിടിക്കാനുള്ള ഒരു മനസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇമോഷണലി ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒക്കെ ഈ ഒരു സമയത്ത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിരന്തരമായിട്ട് ഈ അവഗണന അവഹേളന ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലുള്ള മറ്റൊരു വ്യക്തിയാകാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട്സ് എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും ഇവർ അവിടെ ഒട്ടും തന്നെ ഹാപ്പി അല്ല. ലെറ്റ് ഇറ്റ് ഗോ ആ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് എത്രയും വേഗം മാറി പോകണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ഇന്നർ വോയിസ് അവരോട് തന്നെ പറയുന്നത് അവര് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ എണ്ണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് സ്വയം അവരിപ്പോ വിലയിരുത്തുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ എല്ലാ കാര്യവും അവരാണ് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവര് എല്ലാ രീതിക്കും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് എടുത്ത് വേദനിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ സ്വയം നീറുന്ന ഒരു എനർജിയിലൂടെയാണ്
ഈ ഒരു പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നത്. അതോടൊപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനെ വളരെയധികം കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ ഇവർ അവിടെ എല്ലാ രീതിക്കും പാതി മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്നുള്ള രീതിക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇവർ അവിടെ ഡൗൺ സ്റ്റേജിലേക്ക് പോവാണ്. കാരണം ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒരു വാക്കിനോ ഒരു കാര്യങ്ങൾക്കോ യാതൊരു വിലയും കാര്യങ്ങളോ ഒന്നും തേർഡ് പാർട്ടി കൽപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഫൈറ്റിംഗ് എനർജി ഇവർക്കിടയിൽ പലപ്പോഴും വഴക്ക് പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെയും ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. ആ ഒരു പാസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉടക്കി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ആ ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. നിങ്ങളിലേക്കും കാണിക്കുന്നില്ല, മറ്റാരിലേക്കും കാണിക്കുന്നില്ല. മറ്റൊരു മുഖമണിഞ്ഞ് ഒരു രണ്ട് മുഖത്തിലാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ രീതിക്കും happy ആണ് താൻ എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കുന്ന ഒരു എനർജിയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും ആ ഒരു past lives ലാണ് നിൽക്കുന്നത്. ആ ഒരു കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഓർത്തോർത്ത് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു വീണ്ടെടുക്കൽ ഈ ഒരു ബന്ധത്തിൽ വേണമെന്ന് സ്വയമേ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ അവരുടെ inner voice അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അവരിപ്പോ face ചെയ്യുന്ന situation ൽ നിന്ന് ഇവർക്ക് let go ചെയ്തിട്ട് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കുക തന്നെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ person നിങ്ങളെ വളരെ വലിയ രീതിക്ക് തന്നെ ഒരു ചതിയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു പോയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ inner voice ആ ഒരു കർമ്മ അവരോട് അവിടെ നിന്ന് മന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നീ തന്നെ വിചാരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് ഇവർ മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നത്. സ്വന്തമായിട്ട് ചെയ്തു പോയ തെറ്റുകൾ ആയതുകൊണ്ട് തന്നെ പറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ കൈവിട്ട് പോയല്ലോ എന്നൊരു സിറ്റുവേഷൻ ആണ്. ഇവരായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരുത്തി തീർത്തിരിക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ കൈവിട്ട് പോയ സമയത്ത് നിങ്ങൾ ഒരു വിലയും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവഗണിച്ചിട്ട് ഇവർ ഈ ഒരു തേർഡ് പാർട്ടി മതി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ നൽകിയിട്ട് മാറിപ്പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം ആരും ഇല്ലാത്ത അവസ്ഥയാണ്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും പുറമേ നിന്നും നോക്കുന്നവർക്ക് ഇവർ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളുകൊണ്ട് എന്ന് പറയുന്നത് ഇതാണ് അവരുടെ അവസ്ഥ. ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും സ്വയം ഒരു നീറുന്ന മനസ്സോട് കൂടി ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇവരിപ്പോ സ്വയം അലയുകയാണ്. മറ്റുള്ള ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കളിപ്പാവ് പോലെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്ട്രെസ് അതുപോലെ തന്നെ ആ ഒരു ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് എന്ന് പറയാം. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് പോലത്തെ അവസ്ഥയാണ് ഇവരുടേത്. അത് ഇവർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് നിമിഷവും ഇവർ പൊട്ടിത്തെറിച്ചേക്കാം. കാരണം ഇവരുടെ മാക്സിമം ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നോക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കുന്നുണ്ട് എന്ന എനർജി തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും കുറ്റബോധം വരുന്നുണ്ടെങ്കിലും ഇവരായിട്ട് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇവരായിട്ട് സെലക്ട് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവരുടെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ. പക്ഷെ ഒരു രീതിക്ക് ഇവർക്ക് അതിന് കഴിയുന്നില്ല. കാരണം ഇവരുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പൊ നിരന്തരമായിട്ട് ഈ ഒരു അവഗണന ഇവർക്ക് ഇവിടുന്ന് നേരിടേണ്ടി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലേക്ക് ഇവർ എത്തി നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരുന്ന കാര്യത്തിൽ ഒരു സോഴ്സ് അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിക്കുക എന്ന് പറയാനുള്ള കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ കൈവിട്ട് നിങ്ങളുടെ ബന്ധം പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവർക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓടി വന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനാണ്. അപ്പൊ അതിനെ ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വഴിയോ ഒന്നും തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. കാരണം ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ മനസ്സിനെ വലിയ രീതിക്ക് ഒരു മുറിവ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് നിങ്ങളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ചതിച്ചിട്ടൊക്കെ പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ നിസ്സാരമായ ഒരു ഫോൺ ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റി ഒരു മെസ്സേജ് ഇട്ടാലൊന്നും ഇത് ശരിയാവില്ല എന്നുള്ളത് ഇവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് അതിന്റെ ഏത് രീതിയിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നുള്ള ഒരു സോഴ്സ് അത് ഇവരിപ്പോ കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ്. കാരണം എല്ലാ രീതിക്കും ഈ ഒരു സിറ്റുവേഷന് ബ്രേക്ക് ത്രൂ ചെയ്യുകയും വേണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എത്രത്തോളം എഫേർട്ട് എടുത്ത വ്യക്തികളാണോ അത്രത്തോളം എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് ഇപ്പൊ ഇവരിലും വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ആ ഒരു ശിവശക്തി സംയോഗമാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ പാതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പാതി ഇടേണ്ട ആ ഒരു full responsibility ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്.
ഒരു വശത്തു നിന്ന് മാത്രം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും സക്സസ് ആവില്ല എന്നുള്ളത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലേക്ക് ഇവർ മാറിയിരിക്കുന്നതും നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും. അങ്ങനെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഭാഗത്തുള്ള ശരികൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു അവസാന നിമിഷം കൈവിട്ട് പോയല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ബന്ധത്തില് ഒരു courage വേണം. ഒരു വളർച്ച കൊണ്ടുവരണം. ആ ഒരു മുരടിച്ചു പോയ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മരുഭൂമിയിൽ നിന്നും ഇവരായിട്ട് തന്നെ സ്വയം effort എടുത്തിട്ട് ആ ഒരു ബന്ധത്തിന്റെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തിക്കണം. ഒരു സന്തോഷകരമായ പര്യവസാനം ഈ ഒരു ബന്ധത്തിൽ വേണം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് compromise തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിപ്പോ നിങ്ങളുമായിട്ട് compromise ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും avoid ചെയ്ത് കളയാൻ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. moment to moment വന്നിരിക്കുന്നത് കൊണ്ട് ഓരോ നിമിഷവും ഇപ്പൊ ഈ ഒരു person നിങ്ങളുടെ ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാഴ്ചപ്പാടുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പുതിയ പുതിയ രീതിയിൽ relationship നെ കാണാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ positive ആയിട്ട് തന്നെ think ചെയ്യാനും ഇതിന്റെ മുന്നോട്ടേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് എത്രത്തോളം നല്ല രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ അതെല്ലാം ഇവരിപ്പോ thinking ഒരു stage ലാണ്. അപ്പൊ ഈ ഒരു person ന്റെ energy ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് എങ്ങനെ വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. third party relationship ലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇവര് ഒരു രീതിക്കും ആ ഒരു third party യുടെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ തന്നെയാണ് എത്തി നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മനസ്സിൽ തന്നെയാണ് ഈ ഒരു person നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ person നിങ്ങളോടുള്ള ഒരു emotional feelings കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു person ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു emotional feelings നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന clarity and truth ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം clarity യോട് കൂടി ഇവരിപ്പോ മനസ്സിലാക്കുകയും അതുപോലെ പല കാര്യങ്ങളും ഈ ഒരു person നിങ്ങളിൽ നിന്ന് hide ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു truth ആ ഒരു സത്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വെളിപ്പെടുത്താനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ blame ചെയ്തൊക്കെ പോയ situations ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ തലയിലേക്ക് വെച്ചിട്ട് ഇവർ രക്ഷപ്പെട്ട പല പല സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അതിന്റേതായ സത്യാവസ്ഥയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്താൻ അവരുടെ intuition അവരോട് പറയുന്നുണ്ട്. കാരണം already നമ്മൾ പറഞ്ഞു അവരുടെ inner voice ആണ് ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഒരു heart chakras എല്ലാം ഈ ഒരു സമയത്ത് open ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് karma balance ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു person ന്റെ life ൽ ഇവർ face ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണുനീരിനുള്ള കർമ്മ തന്നെയാണ്. നിങ്ങളെ എവിടെ നിന്നാണോ ഇവർ വേദനിപ്പിച്ച് വിട്ടത് ആ ഒരു situation ഇവർ life ൽ ഇപ്പൊ face ചെയ്യുന്ന ഒരു energy ആണ്. അതുകൊണ്ട് തന്നെ union soulmate energy ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും propose ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള relationship ൽ ആ ഒരു reunion renewal വന്നിട്ടുണ്ട്. ആ ഒരു new start കൊണ്ടുവരാനും അതിലൂടെ ഈ ഒരു ബന്ധത്തിനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതിനൊന്ന് balance ചെയ്ത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു decision ഇവരിപ്പോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ family foundation വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു family ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചവരായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ lovers ആയിരിക്കാം. relationship എന്ന് പറയുന്നത് husband and wife എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് connect ചെയ്യാം. എന്താണെങ്കിലും ഈ ഒരു person നിങ്ങൾക്ക് ഒരു commitment നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു strong ആയിട്ടുള്ള foundation build ചെയ്യാനും അതോടൊപ്പം തന്നെ marriage ഉം celebration ഉം വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളെ propose ചെയ്ത് ആ ഒരു marriage celebration ലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ഭയം കാണുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ life ലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ face ചെയ്യാനുള്ള ഭയം. രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു person third party യെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ higher self activation ആ വന്നിരിക്കുന്നത്. ഇവരുടെ energy കാര്യങ്ങളെല്ലാം ഇപ്പൊ loss ആണ്. low ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അവർ അവിടെ നിന്നും അവരുടെ ആ ഒരു higher self നെ അവരുടെ മനസ്സിനെ എല്ലാ രീതിക്കും activate ചെയ്തെടുക്കുകയാണ്. ഒരു ധൈര്യം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഉണർവിലേക്ക് അവർ വരികയാണ്. അതിനുശേഷം അവരുടെ മനസ്സിലുള്ള ആ ഒരു ഭയം കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും completely release ചെയ്യുക. ആ ഒരു release ചെയ്തതിന് ശേഷം വളരെ clear ആയിട്ട് അല്ലെങ്കിൽ വളരെ strong ആയിട്ടുള്ള ഒരു decision ഉമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരികയും നിങ്ങൾക്ക് മുന്നിൽ surrender ആവുകയും ചെയ്യണം എന്നുള്ള ഒരു thought ലാണ് അവർ നിൽക്കുന്നത്. emotionally ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങളോട് വളരെയധികം ഒരു attachment തോന്നുന്നുണ്ട്. ഒരു unconditional love തോന്നുന്നുണ്ട്. അതിന്റെ ഒരു main കാരണം എന്ന് പറയുന്നത് അവർക്കൊരു healing ഇപ്പൊ നടക്കുന്നുണ്ട്. അവരിപ്പോ face ചെയ്യുന്ന ഈ ഒരു situation എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു transformation period ആണ്.
അവരുടെ ഹേർട്ട് ചക്ര പോലെ തന്നെ അവരുടെ സേക്രൽ ചക്രാസ് ഒക്കെ ഈ ഒരു സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എനർജി അവർക്ക് ആ ഒരു സ്പാർക്ക് സൃഷ്ടിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന്റെ റിന്യൂവൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നൊസ്റ്റാൾജിയ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ കംപ്ലീറ്റ് മെമ്മറീസും അല്ലെങ്കിൽ ഇവരുടെ ഓർമ്മകളിൽ മുഴുവനും ഇപ്പൊ നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ട് നമുക്കിവിടെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിരിഞ്ഞു പോകും എന്നുള്ള രീതിക്ക് വന്നവരാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ തമ്മിൽ കണക്ട് ആവുന്നത്. മിസ്സിംഗ് സമ്മൺ ആ വന്നിരിക്കുന്നത്. ഇവർക്ക് എവിടെയൊക്കെയോ ഇവരുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് അവർക്ക് എത്തിക്കണം അല്ലെങ്കിൽ എത്തി നിൽക്കുന്നത് അവർ ഫേസ് ചെയ്യേണ്ട കർമ്മ അവരിൽ എത്തിയ സമയത്താണ്. എന്ന് വെച്ചാൽ അവരിപ്പോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് അവരുടെ നിയോഗമാണ്. കാരണം ഒരു കണ്ണ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളായതുകൊണ്ട് അവരും അത് ഫേസ് ചെയ്യണം. ഓക്കെ, കർമ്മ ഈസ് എ ബൂമറാങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ അവർ തന്നത് അതാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർഗീവ്നെസ് ആൻഡ് അപ്പോളജി വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരാനും സറണ്ടർ ആവാനും വളരെ ഗിൽറ്റോട് കൂടി അല്ലെങ്കിൽ വളരെയധികം കുറ്റബോധത്തോടു കൂടി മനസ്സ് തുറന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തുക എന്നുള്ള മനസ്സിലാണ് നിൽക്കുന്നത്. ഇമോഷണലി വളരെയധികം വീക്ക് ആണ് എങ്കിലും ആ ഒരു weak ആയിട്ടുള്ള അവസ്ഥയിലും അവരുടെ എനർജീനെ increase ചെയ്യുക എന്നുള്ളത് അവർ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനും ആ ഒരു റിന്യൂവൽ അവർ ആഗ്രഹിച്ചിട്ടുമാണ്. വെറുതെ ഒരു റിന്യൂവൽ അല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഫാമിലി ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ അനുഭവിച്ച ആ ഒരു പീഡനങ്ങൾ, വേദനകൾ അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിച്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ഇനിയെങ്കിലും മുന്നോട്ടേക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണം. അതും നിങ്ങളുമായിട്ട് തന്നെ ആ ഒരു പരസ്പര സ്നേഹം പകുത്ത് നൽകി ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷനിലൂടെ തന്നെ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടിട്ടാണ് അവർക്ക് എല്ലാ രീതിക്കും അവരുടെ മനസ്സ് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് തയ്യാറെടുക്കുന്നത്. ട്രൂത്ത് ആൻഡ് എക്സ്പ്രഷൻ ആണ് വന്നിരിക്കുന്നത്. അഗെയിൻ ഇവിടെ വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് ഡിവൈൻ ടൈം ആണ്. അപ്പോൾ ഒരുപാട് ഇവിടെ ട്രസ്റ്റ് കാര്യങ്ങൾ ക്ലാരിറ്റി ഒക്കെ കാണിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇവർ കാണിച്ചിരിക്കുന്ന കളവ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ചീറ്റിംഗ് തന്നെയാണ്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ അവർക്ക് വളരെയധികം ഭയമുണ്ട്. എങ്കിലും ഇതൊരു ഡിവൈൻ ടൈം ആണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്തെങ്കിലും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ നിങ്ങളോട് ഏറ്റു പറയണം. എങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തിയാൽ മാത്രമാണ് അവർക്കൊരു നീതി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് അവർക്ക് പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്യാനും പറ്റുകയുള്ളൂ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിനെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോ ഈ ഒരു പേഴ്സണേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കാം എല്ലാ കാര്യങ്ങളും ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ വന്നപ്പോ ഇവർ എല്ലാ രീതിക്കും എനർജി ലോസിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളുടെ കയ്യിലെ കുരങ്ങനായിട്ട് ഇവരിപ്പോ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കോമാളിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു മനോഭാവം, ആ ഒരു സ്നേഹം, കെയറിങ് എല്ലാ രീതിക്കും genuine ആയിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങളോട് തോന്നുന്ന ഒരു emotional feelings ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ person third party ആയിട്ടുള്ള relationship ൽ എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് നോക്കുമ്പോൾ എല്ലാ രീതിക്കും അവരവിടെ try ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ അവർക്കൊരു ഗുണം കിട്ടാതെ വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു depressed stage ലാണ് അല്ലെങ്കിൽ ഒട്ടും അവർ happy അല്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് let go ചെയ്യണം എന്നുള്ള മനസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം ഒരു കർമ്മ അവരിപ്പോ face ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു pain അവരിപ്പോ അനുഭവിക്കുന്നുണ്ട്. value ഇല്ലാത്ത സ്ഥലത്ത് ഒരാൾക്ക് ഒരു limit ൽ കൂടുതൽ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പൊ ഈ ഒരു person അങ്ങനെയാണ്. ഇവരുടെ value അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു energy യിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ നിന്നും ഇവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ reading ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ relationship ആയിട്ടും നിങ്ങളുടെ person ആയിട്ടൊക്കെ ഈ ഒരു clues നും കൂടെ എന്തെങ്കിലും connection ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് check ചെയ്യുക. S എന്നൊരു letter വന്നിട്ടുണ്ട്. R എന്നൊരു letter വന്നിട്ടുണ്ട്. 1990 മകം എന്നൊരു സ്റ്റാർ, ഉത്രം എന്നൊരു സ്റ്റാർ, 34 38 ഓഗസ്റ്റ് എന്നൊരു മന്ത്, പുണർദം 28 H എന്നൊരു ലെറ്റർ, കാലിക്കറ്റ് ആയില്യം 4
30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 38 T എന്നൊരു ലെറ്റർ, കാലിക്കറ്റ് അഗൈൻ വന്നിട്ടുണ്ട്. കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ്, ട്രിവാൻഡ്രം R എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. 1993 അവിട്ടം എന്നൊരു സ്റ്റാർ, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ചോതി, ട്രിവാൻഡ്രം അഗൈൻ വന്നിട്ടുണ്ട്. N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വയനാട് വന്നിട്ടുണ്ട്. 30 ഡേയ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ചിലവരുടെ കേസിൽ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിശാഖം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ, നിങ്ങളുടെ ബന്ധമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.